രാവിലെ ഒരു പാട്ട് കേട്ടാണ് ഉണർന്നത്. പിണറായിയുടെ വീട്ടിൽ നിന്ന് പാട്ടാണ്. കോളടിച്ചേ മരുമോനും കോളടിച്ചേ. നിതിൻ ഗഡ്കരി വന്നു. 3 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾ, ഗതാഗത മന്ത്രിയാണ്, 3 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുമെന്ന് ഉറപ്പ് കൊടുത്തു. റോഡ്, പാലം. ഇനിയിപ്പോൾ നാട് മുഴുവൻ മരുമോൻ്റെ ഫ്ലക്സ് അങ്ങ് നിറയും. അടുത്ത മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കി നിൽക്കും. ഏതായാലും ഗഡ്കരി മാമന് നന്ദി. അപ്പോൾ കേരളം രഞ്ജി ട്രോഫി നേടിയാലും അത് ഈ സർക്കാരിൻ്റെ വിജയമായിരിക്കും. ഉറപ്പായിട്ടും അങ്ങനെയായിരിക്കും. ഇതിപ്പോൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടാണ് കേരളത്തിന് ഈ വാരിക്കോരി. നിതിൻ ഗഡ്കരി കേരളത്തിൻ്റെ ഒരാളല്ലേ? ആണല്ലോ എന്നാണ് കരുതുന്നത്. അല്ല, ഈ BJP ഒരു മോശം പാർട്ടിയാണ്. BJP എന്ന മോശം പാർട്ടിയിലെ നല്ലവനായ മന്ത്രിയാണ് ഗഡ്കരി. പീയൂഷ് ഗോയലും ഇനി നല്ലവനാകുമായിരിക്കും. കാരണം രാജീവിനെ അദ്ദേഹം പ്രശംസിച്ചു. അപ്പോൾ P രാജീവിനെ 50,000 കോടി രൂപയുടെ പദ്ധതി ആണ് റോഡ് വികസനത്തിന് നടപ്പാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. 896 കിലോമീറ്റർ നീളമുള്ള 31 പദ്ധതി ആണ് അതിൻ്റെ അകത്തുള്ളത്. ടൂറിസം കേരളത്തിൻ്റെ ഹൃദയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആയുർവേദം ഒക്കെ വളരെ സമ്പന്നമാണ്. അങ്ങനെ വിദേശികൾ ധാരാളം പേര് വരുന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ടൂറിസം ഇവിടെ തടം വെക്കണം എന്നുണ്ടെങ്കിൽ റോഡ് നന്നായിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനത്തെ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നത്. അങ്ങനെ റോഡ് നന്നാവുമ്പോഴത്തേക്ക് മരുമോനും തിടം വെക്കും. അത് വെക്കുമല്ലോ. ഒരുപാട് ഇപ്പോൾ റോഡ് പണികൾ നടക്കുന്നുണ്ട്. നല്ല ചൂടല്ലേ? റോഡുകളൊക്കെ വെട്ടിപ്പൊളിക്കുന്നതൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് പാലക്കാട് ദേശീയപാത 4 വരിയാക്കൽ, ദേശീയപാത 966, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്. അപ്പോൾ ആ മരുമകൻ്റെ ഒക്കെ ഏരിയ വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ആ ജില്ലകളിൽ കൂടി കടന്നു പോകുന്ന പാതയ്ക്ക് 120 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് അത് ചെയ്യുന്നത്. 10,814 കോടി രൂപ. 3 മാസത്തിൻ്റെ അകത്ത് അതിൻ്റെ പണി തുടങ്ങും. വടക്കൻ കേരളത്തെ വ്യവസായ നഗരമായ കോയമ്പത്തൂരുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ഈ പാതയുടെ ഉദ്ദേശം. അല്ല സാർ, ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ബജറ്റ് ഏതാണ്ട് 1.5 ലക്ഷം കോടിക്ക് അടുത്തേ ഉള്ളൂ. അതിൻ്റെ ഇരട്ടിയാണ് 3 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നൽകുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി, ഗതാഗത വകുപ്പും റോഡും ഒക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സത്യത്തിൽ കേരളം ഒരു വലിയ നന്ദി പരസ്യമായി പറയേണ്ടതല്ലേ? പറയില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരോടും പരിഭവമില്ലാതെ എന്ന് പറഞ്ഞിട്ട് MKK നായരുടെ ആത്മകഥയില്ലേ. അപ്പോൾ MKK നായരെ പറ്റി പറയുമ്പോൾ ആരോ ഒരാൾ ഇദ്ദേഹത്തിനെ പറ്റി കുറേ പരദൂഷണം പറഞ്ഞു എന്ന് ഒരാൾ പോയി MKK നായരോട് പറഞ്ഞു. അപ്പോൾ MKK നായർ പറഞ്ഞു, അതിന് ഞാൻ അയാൾക്ക് നല്ലതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഈ ചീത്ത പറച്ചിൽ, പരദൂഷണം ഇതൊക്കെ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളത് BJP മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും അത് കേന്ദ്രത്തിൻ്റെ തലയ്ക്കാണല്ലോ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേന്ദ്രം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയില്ല, ഇവർ സ്വന്തമാക്കും. അതായത് ഇപ്പോൾ വയനാടിൻ്റെ കാര്യം നോക്കുക. ഒരു ദേശീയ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ കലാമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയെ മൊത്തമെങ്കിലും ബാധിക്കുകയൊക്കെ വേണം. അല്ല, അങ്ങനെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന പരിപാടിയുമില്ല. നേരത്തെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഇതെന്തോ തീവ്ര ദുരന്തം അതിൽ പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിൽ തന്നെ ഒരു ഹൈലി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ദുരന്തത്തിന് ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ തന്നെ 590 കോടി രൂപ അനുവദിച്ചു. പലിശയില്ലാതെ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. പക്ഷേ അത് മാർച്ച് 31 മുമ്പ് യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെയാണ് പ്രശ്നം. കാരണം ഇവർ പറഞ്ഞു, ഇങ്ങനെ മാർച്ച് 30 മുമ്പ് എങ്ങനെ കൊടുക്കും? കാരണം ഇത് ഗുണഭോക്താക്കൾക്ക് നേരിട്ട് കൊടുക്കേണ്ട പൈസയാണ്. ഇവർ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഗുണഭോക്തൃ വിഹിതം കൊടുക്കേണ്ട ആളുകളുടെ പട്ടികയൊക്കെ കൃത്യമായി ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ഈ പണം വന്നാൽ അപ്പം തന്നെ കൊടുക്കാമായിരുന്നു. അതായത് 7 മാസമായി ഇവരുടെ കണക്കുമില്ല, തൊപ്പിയില്ല, ഒന്നുമില്ല. ആ 2 എസ്റ്റേറ്റ് കണ്ടുവച്ചിരുന്നു. ആ എസ്റ്റേറ്റുകളെ ഏറ്റെടുക്കാനുള്ള പദ്ധതിയും ഒന്നും ആയിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഒരു എസ്റ്റേറ്റ് എടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ഈ
ഇവർക്ക് ഈ ഒന്നാമത് ഈ ദുരന്തത്തിന്റെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഹൈക്കോടതി ഇത് പറഞ്ഞാണല്ലോ, മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടായിരുന്ന 760 കോടി രൂപ അത് വെച്ചിട്ട് ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അല്ല, അതായത് ഇപ്പോൾ കേന്ദ്രം 590 കോടി രൂപ കൊടുത്തപ്പോഴും അത് മാർച്ച് 31 അകം അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തിരിക്കണം എന്നുള്ള വ്യവസ്ഥ വെച്ചതാണ് പരാതി. കാരണം എന്തുകൊണ്ട് ഇവർക്ക് 7 മാസം കഴിഞ്ഞിട്ടും 8ാമത്തെ മാസം അല്ലെങ്കിൽ മാർച്ച് 30 എന്ന് പറഞ്ഞാൽ 10 മാസം കഴിയും അല്ലേ, 10 മാസം കഴിഞ്ഞിട്ടും ഈ പണം കൊടുക്കാനുള്ള ആളുകളുടെ ലിസ്റ്റ് പോലും ഇല്ല എന്ന അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് സാർ, നമുക്ക് ഇതിൻ്റെ വേറൊരു വശം പറയാം. ഇപ്പം എന്തു പറഞ്ഞാലും BJP സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ ചീത്ത പറയുന്ന കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയി. ഇപ്പോൾ 3 ലക്ഷം കോടി രൂപയുടെ റോഡ് വികസനം വരുന്നു. കേരളം വലിയ തോതിൽ മാറുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള വികസന പദ്ധതി നടപ്പാക്കുന്നു. ഇപ്പോൾ പിണറായി വിജയൻ മരുമകനെ മന്ത്രിയാക്കിയ ആദ്യ തവണ MLA ആയ ആളാണ്. അതെ, ആദ്യമായി സെക്രട്ടേറിയറ്റിൽ വന്ന ആളാണ്. ആദ്യമായി മത്സരിച്ച ഇലക്ഷനിൽ കോഴിക്കോട് തോറ്റുപോയ ആളുമാണ്. അങ്ങ് വന്നിട്ട് കൊടുത്ത വകുപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണമുള്ള PWD ടൂറിസം. ഇത് രണ്ടിൻ്റെയും ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പരാതികൾ, അലിഗേഷൻസ് ഒരുപാട് വരത്തില്ല. എന്നാൽ വികസനം നടന്നാൽ നല്ല തോതിൽ ജനങ്ങളുടെ കൈയടി കിട്ടും. അതുകൊണ്ട് ഭാവിയിലേക്ക് ഒരു ലോഞ്ചിങ് പാഡ് പോലെ ഭാവി മുഖ്യമന്ത്രിയായി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരാതികൾ ഏറ്റവും കുറച്ച് വരാൻ സാധ്യതയുള്ള 2 വകുപ്പ് മകനെടുത്ത് കൊടുത്തു. എന്നിട്ട് ഗഡ്കരി ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സദ്യയൊക്കെ കൊടുത്ത് നിരന്തരം ഗഡ്കരിയെ കണ്ട് പ്ലീസ് ചെയ്യിച്ച് അല്ലെങ്കിൽ പ്ലീഡ് ചെയ്ത് ഓരോന്ന് നേടിയെടുക്കുകയാണ്. പിന്നെ ഗഡ്കരി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ ഗഡ്കരിയുടെ സ്വന്തം വീട്ടിലെ കാശൊന്നുമല്ല കൊടുക്കേണ്ടത്. പിന്നെ ഇവരുടെ ലാക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ല. സുനിൽ ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഗഡ്കരിയുടെ മുമ്പിൽ വെക്കാവുന്ന പൊതുമരാമത്ത് പദ്ധതികൾ മാത്രമേ കേരളം സമർപ്പിക്കുന്നുള്ളൂ. അതായത് ഞാൻ പറഞ്ഞത് അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗഡ്കരിക്ക് അറിയാം ഇവരുടെ ഈ പോക്ക് എങ്ങോട്ടാണ്, മച്ചാനും മരുമോനും കൂടെ പോകുന്നത് എങ്ങോട്ടാണെന്ന് നന്നായി അറിയാവുന്ന ആളാണ് ഗഡ്കരി. അതുകൊണ്ടാണല്ലോ നമ്മുടെ പാലക്കാട് മറ്റേ കുതിരാൻ തുരങ്കം ഉണ്ടാക്കി കേന്ദ്രത്തിന്റെ കാശ് കൊണ്ട് പണിത് കഴിഞ്ഞ് മരുമോൻ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിന് 1 മണിക്കൂർ മുമ്പ് ഗഡ്കരി അങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓൺലൈനായിട്ട്. അതുകൊണ്ട് ഗഡ്കരിയുടെ അടുത്ത് ഈ അഭ്യാസവും നടക്കില്ല. പക്ഷേ കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെയും പാടി നടക്കരുത്. ഇപ്പം BJPയുടെ ഒരു പോരായ്മയുണ്ട് കേട്ടോ. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതാണ് സാർ. ഞാൻ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ നമ്മുടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, അതായത് എറണാകുളത്ത് 80 കോടി രൂപ കേന്ദ്ര ഫണ്ട് മുടക്കി കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡ്. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഗുരുവായൂരുമാണ് ഈ കേന്ദ്ര പദ്ധതി. സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ ആൾ ധരിക്കുന്നതറിയോ, നമ്മുടെ സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെയല്ല, കേന്ദ്രം 100 നഗരങ്ങളെ സ്മാർട്ട് സിറ്റി ആയിട്ട് വികസിപ്പിക്കുന്നതിൽ കേരളത്തിലെ 3 സ്ഥലങ്ങളുണ്ട്: ഗുരുവായൂർ, കൊച്ചി, തിരുവനന്തപുരം. അതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയാണ് വരുന്നത്. എറണാകുളം മാർക്കറ്റിന് വേണ്ടിയിട്ട് മാത്രം മാർക്കറ്റിലെ ആ കെട്ടിടം ഉണ്ടാക്കാൻ 80 കോടി രൂപ, 80 കോടിയും കേന്ദ്രത്തിൻ്റെ കാശാണ്. അതിൻ്റെ പരിപാലനം മാത്രമാണ് കൊച്ചി നഗരസഭയ്ക്കുള്ളത്. പിണറായി വന്ന് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ പദ്ധതി പോലെ. ഇതിനെയൊന്നും കൗണ്ടർ ചെയ്യാനും ഈ 80 കോടി എറണാകുളം മാർക്കറ്റിന് അനുവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു 5000 പോസ്റ്റർ എറണാകുളത്ത് വെക്കാനും പോലും BJPയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞില്ല. അപ്പോൾ ഇത് ഇങ്ങനൊരു വിഷനില്ലാഴിക പോകുന്നുണ്ട്. കാരണം മറ്റവന്മാർക്ക് ഇത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും തട്ടിയെടുക്കാനുള്ള ഒരു അസുലഭ സന്ദർഭം കേരളത്തിലെ BJP അറിഞ്ഞോ അറിയാതെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് വിമർശിച്ചാൽ BJPക്കാർ നമ്മളോട് പണങ്ങരുത്. വസ്തുതയാണ്. ഈ വയനാടിൻ്റെ കാര്യത്തിൽ തന്നെ ഹൈക്കോടതി ചെന്നപ്പോൾ 760 കോടി രൂപ കാണേണ്ട സ്ഥാനത്ത് 60 കോടി രൂപയെ ദുരിതാശ്വാസ നിധിയിൽ ബാക്കിയുള്ളൂ, ദുരന്ത നിധിയിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഇത് മുഴുവൻ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ 7 മാസം മുമ്പേ ഈ പണി ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ സമർപ്പിക്കാനും കഴിയുമായിരുന്നു. ഈ 590 കോടി രൂപ ഇപ്പോൾ 50 കൊല്ലത്തേക്ക് കിട്ടുന്നുണ്ടല്ലോ. അതെ, അത് വെച്ചത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഈവൻ ഞാനിത് ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രം ഇപ്പോൾ പറഞ്ഞല്ലോ കടലാസൊക്കെ കൊടുക്കണം എന്നാണ് ആണല്ലോ. ഇത് മുഴുവൻ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ 1.5 മാസം കൊണ്ട് ഇത് മുഴുവൻ ചെയ്തേനെ ചെയ്യുമല്ലോ. അപ്പം ഇതാകെ ഉള്ളത് കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിലൊരു ലോട്ടറി അടിച്ചു 3 ലക്ഷം കോടി രൂപയുടെ വികസനം. ഇവർ പറയുന്ന ഇപ്പം ഇതേ പിണറായിയും ധനകാര്യമന്ത്രിയും പറഞ്ഞിരുന്നു കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ എല്ലാം ബീഹാറിന് കൊടുക്കുന്നു. ഇനി ബീഹാറുകാർ പറയും എല്ലാം
കേരളത്തിന് കൊടുത്തു എന്ന് പറയും. നന്ദി വേണം അല്ലേ? ഈ ഇവിടെ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ കേന്ദ്ര പദ്ധതികൾ മാത്രമായി അതെ, നമ്മൾ സംസാരിച്ചതാണ്. വിമാനത്താവള വികസനം, കൊച്ചി വിഴിഞ്ഞം പദ്ധതി ഒക്കെയാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. ഏതായാലും 3 ലക്ഷം കോടി രൂപ കേന്ദ്രത്തിൻ്റെ മോദി സർക്കാരിൻ്റെ കേരളത്തിലെ അടിസ്ഥാന വികസനത്തിനായി വരികയാണ്. സത്യത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങളെ ഇപ്പോൾ തന്നെ ബോധവൽക്കരിച്ച് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക പരിഗണന, കേരളത്തോടുള്ള സ്നേഹം എന്താണെന്ന് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ BJP ഏറ്റെടുക്കണം. അല്ലെങ്കിൽ കേരളം മുഴുവൻ നിറയാൻ പോകുന്നത് മരുമോൻ്റെ ഫ്ലക്സ് ആയിരിക്കും. ഈ കിഫ്ബി എന്ന് പറഞ്ഞ തട്ടിപ്പ് പരിപാടി കൊണ്ടുവന്നിട്ടേ തോമസ് ഐസക്ക് ഈ നടപ്പാക്കിയതിൻ്റെ മൊത്തം തുക എടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷം കോടി വരുമോ? ഇല്ലല്ലോ. അതെ. അപ്പോൾ ഈ കിഫ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദ്ധതി തന്നെ തട്ടിപ്പാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കേന്ദ്രത്തിന്റെ. ഇത്രയും തുക കേന്ദ്രത്തിന് കിട്ടിയിട്ടും പോരാതെ ഇനി കിഫ്ബി എന്നും പറഞ്ഞ റോഡിൽ ടോൾ പിരിക്കാൻ പോവാ. അതെ, ടോൾ പിരിക്കാൻ പോകണം. അനാവശ്യ പരിപാടികൾ. ഏതായാലും 3 ലക്ഷം കോടി രൂപയാണ് അടുത്ത ബജറ്റ് വർഷത്തിനുള്ളിൽ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ റോഡുകൾ, പാലങ്ങൾ, അടിസ്ഥാന സൗകര്യ മേഖല വലിയ തോതിൽ വികസിക്കുകയാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന് മാത്രമാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.